മുറവും കൊണ്ട് താലം പിടിച്ച് നടക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, നാളത്തേക്ക് കറികളൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് കേട്ടോ. അപ്പം മക്കളുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊളിച്ചെടുക്കുമല്ലോ എന്ന് വിചാരിച്ചേ. അങ്ങനെ പെമ്പിള്ളേരും ചെറുക്കനും കൂടി ഇരുന്ന് ദേ പൊളിക്കുക കേട്ടോ. ലാസ്റ്റ് എൻ്റെ അപ്പക്കൂട്ടം മാത്രമാവും കേട്ടോ ബാക്കി. ഈ പെമ്പിള്ളേർ മടിച്ചികളാണേ, രണ്ടെണ്ണം പൊളിച്ചിട്ട് അവരിടിച്ച് പോകും കേട്ടോ. അപ്പോൾ അതേ മധുരപ്പച്ചടി വെക്കാനായിട്ട് ഉപ്പേരിക്ക് വെച്ചിരുന്ന ഏത്തക്കൊല പഴുത്തു കേട്ടോ. അതിൽ നിന്നൊരു 3-4 ഏത്തപ്പഴം ഇരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏത്തപ്പഴം ഇരിഞ്ഞെടുത്തിട്ട് 2 ആപ്പിളും കൂടി എടുക്കുന്നുണ്ടേ. മധുരപ്പച്ചടി അല്ലേ, അപ്പോൾ 2 ആപ്പിളും കൂടി ഇരിക്കട്ടെ. അങ്ങനെ ആപ്പിളും പഴവും കൂടി അരിയാൻ പോകണം കേട്ടോ. അപ്പക്കൂട്ടൻ ചുവന്നുള്ളിയൊക്കെ പൊളിച്ചപ്പോഴത്തേന് കണ്ണൊക്കെ നീറിട്ടോ. പെമ്പിള്ളേർ ആദ്യം പറഞ്ഞ പോലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടോ. അങ്ങനെ എൻ്റെ അപ്പക്കൂട്ടൻ ദേ ഏത്തപ്പഴവും ആപ്പിളും ഒക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അമ്മക്കുട്ടി ഇരുന്ന് ദേ പറക്കി തിന്നാണ് കേട്ടോ. ചേട്ടായി അരിയും കുഞ്ഞാവ് പറക്കി തിന്നു കേട്ടോ. അങ്ങനെ അരിഞ്ഞ് വെച്ചത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ടേ. അങ്ങനെ വേവിച്ചതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണമല്ലോ. അരപ്പ് എടുക്കാനായിട്ട് ദേ നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും കടുകും ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചെടുത്തത് വെന്തിരിക്കുന്ന അതിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് പിന്നെ കടു താളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മധുരപ്പച്ചടി അങ്ങനെ റെഡി ആയിട്ടോ. അതിന് ശേഷം നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുകയാണേ. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചിയൊക്കെ ചിരണ്ടി കഴിഞ്ഞപ്പോഴത്തേന് കൈ പോഞ്ഞ് കാരണം ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേ. എന്നിട്ട് ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തു. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ച് ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്ത് നമ്മുടെ പുളിയിഞ്ചി റെഡിയാക്കി. അപ്പോഴത്തേക്ക് ചേട്ടായി വന്നു കേട്ടോ. ആൾ ദേ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മോനിവിടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ രസവും പുളിശ്ശേരിയും ഉണ്ടാക്കി കേട്ടോ. കുറച്ച് ചോറും ഞാൻ കഴിച്ചേ. ഇതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ. അതിനിടയിൽ കിളിക്കുഞ്ഞിനെ പിടിക്കാനായിട്ട് ഒരു ചേരയാണോ എന്തോ ഒരു പാമ്പ് വന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ പുറകിനും പോയി. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയും ബീട്രൂട്ട് പച്ചടിയും വെള്ളരിക്ക പച്ചടിയും മധുര പച്ചടിയും പുളിശ്ശേരിയും രസമൊക്കെ റെഡി ആയിട്ടോ. രസമില്ലാതെ എന്ത് ഓണം സദ്യ അല്ലേ, എല്ലാത്തിനും രസം വേണമല്ലോ. അങ്ങനെ ദേ രസവും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി പുറത്ത് ദേ ചെടിയുടെ പരിപാടി തുടങ്ങി കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ നേരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്കിങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ജോലി ഇല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആളതേ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് കറക്റ്റാക്കിയൊക്കെ വെക്കുകയാണേ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് കപ്പലിൻ്റെ മുട്ടയൊക്കെ തിന്നുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്, ടാറ്റാ.